തട്ടുദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളൊരു ഇഡ്ഡലിപ്പൊന്നിയരി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിപ്പൊന്നിയരി 1 കിലോയ്ക്ക് 250 ഗ്രാം ഉഴുന്ന് ഒരല്പ ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് അതിലേക്ക് ഉലുവയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇത് നമ്മൾ മാവ് റെഡി ആയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഫ്ലേവർ കുറവാണെങ്കിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല ഞാൻ ചെയ്യാറ് കേട്ടോ. കുറച്ചൊന്ന് കട്ടിയിലാണ് മാവ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മളിവിടെ തട്ടുദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കാറ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് തട്ടുദോശയുടെ റെസിപ്പി. ഇനി കല്ല് വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കും. സാധാരണ തട്ടുദോശ അങ്ങനെ പരത്താറില്ല, ഇങ്ങനെ കോരി ഒഴിച്ചു മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത് ഇത്തിരി കട്ടിയുള്ള മാവായതുകൊണ്ട് ഞാനൊന്ന് പരത്തി കൊടുക്കും. ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 2 സൈഡും അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നൊരു 10-80 ദോശ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദോശ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ഉള്ളി സാമ്പാറും ചുവന്ന ചട്നിയുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.